السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. إن الذين هم من خشية ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുത്തുകൊണ്ട് ഭൂമിയിൽ നിന്ന് വിട പറയും വരെ ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. ഒരു മാസക്കാലത്തെ മനസ്സിനെ അരിവുള്ളതാക്കി മാറ്റി, ദാനധർമ്മങ്ങൾ നിർവഹിച്ച് മനസ്സിൻ്റെ കാഠിന്യങ്ങൾ കുറച്ചു. ഖുർആൻ പഠിക്കുകയും ഓതുകയും ചെയ്തുകൊണ്ട് മനസ്സിനെ ലോലമാക്കി. രാത്രിയിൽ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് മനസ്സിനെ പ്രകാശപൂരിതമാക്കി. അങ്ങനെ ലോകത്ത് ഇത്രമാത്രം പരിശുദ്ധമാക്കപ്പെട്ടൊരു സമൂഹം ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ വിശുദ്ധരായ ആളുകളാണ് ഇന്ന് സത്യവിശ്വാസികൾ. ആ സത്യവിശ്വാസികളോട് അള്ളാഹു സൂറത്തു നഹലിലെ 92-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒരു നിർദ്ദേശം തന്നിരിക്കുകയാണ്. മനസ്സൊക്കെ സ്ഫുടം ചെയ്തിരിക്കുകയാണ്. വിശുദ്ധമായ മനസ്സിൻ്റെ ഉടമസ്ഥന്മാർ ദാനധർമ്മം കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും രാത്രി നമസ്കാരം കൊണ്ടും ഉപാസന കൊണ്ടും ഉപവാസം കൊണ്ടുമൊക്കെ വിശുദ്ധമായ മനസ്സിൻ്റെ ആളുകളോട് അള്ളാഹു വിളിച്ചു പറയുകയാണ്: വലാ തകൂനൂ, നിങ്ങളാവരുത് കല്ലത്തി, ഒരുവളെപ്പോലെ. ഇനി നിങ്ങൾ ഒരുവളെപ്പോലെ ആവാൻ പാടില്ല. വലാ തകൂനൂ കല്ലത്തി, എങ്ങനത്തെ ഒരു ഒഴുവൾ നഖലത്ത് അസ്ലഹ മിംബാദി ഖുവ്വത്തിൻ അൻകാസ, നേരം വെളുത്ത് വൈകുന്നേരം വരെ ഒരു നൂല് പിരിച്ച് ശക്തമായ നൂലാക്കി മാറ്റി വൈകുന്നേരം ആകുമ്പോൾ അത് ഉടച്ചു കളയുന്ന ഒരു ഭ്രാന്തി പെണ്ണുണ്ടായിരുന്നു ഖുറൈശികളിൽ. അവരുടെ പേര് റൈക്ക ബിൻത് അംർ എന്നാണ്. റൈക്ക ബിൻത് അംർ എന്ന് പറയുന്ന ഈ പെണ്ണിൻ്റെ പരിപാടി രാവിലെ മുതൽ വൈകുന്നേരം വരെ അവളും തൻ്റെ തോഴിയും കൂടി നൂറ്റ് നല്ല ശക്തിമത്തായ രൂപത്തിൽ മുടഞ്ഞെടുക്കും. വൈകുന്നേരം അതൊന്നായിട്ട് ഇഴകളെല്ലാം തകർത്ത് കളയും. അതുപോലെ നിങ്ങളാവരുത്. ആശയം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇനി ഇതിൽ കൂടുതൽ ആശയം അല്ലാഹു പറയേണ്ടതില്ല. സാധാരണഗതിയിൽ റമദാൻ കഴിഞ്ഞു, തഹജ്ജുദുകാർ പോയി, ഖിയാമുൽ ലൈലിക്കാർ പോയി, ഇനി ഖുർആൻ പാരായണം ചെയ്യുന്നവർ പോയി, എല്ലാവരും സീസണൽ ഭക്തി അതല്ലാഹു എടുക്കുകയില്ല.
അത്തരം ആളുകളെ അള്ളാഹു കണക്കിന് വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ പൂർവികരായ സത്യവിശ്വാസികൾ സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചവർ, ഈ സ്വർഗമെന്ന് പറയുന്ന ഒരു മാസക്കാലത്ത് അധ്വാനം കൊണ്ട് കിട്ടുന്നതല്ല. ആ മരണം വരെ നിങ്ങൾ പരിശീലിച്ച ആ നന്മയിൽ ജീവിക്കാൻ കഴിയണം. കുറേ നന്മകൾ ചെയ്തു, ഇനി ചൊവ്വാൽ മുതൽ അതിലേറെ ഹറാമുകൾ ചെയ്ത് തിന്മകൾ ചെയ്ത് ഇതുവരെ നിർത്തിവെച്ച എല്ലാ തിന്മകളും വീണ്ടും ആരംഭിച്ച് അങ്ങനെ കാഫറായോ മുശ്രിക്കായോ മുനാഫിക്കായോ മരിക്കാൻ നാം പാടില്ല. നാം മരിക്കേണ്ടത് ഒലാ തമൂത്തുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിം ആയിക്കൊണ്ട് മരിക്കണം. മുസ്ലിം ആയിക്കൊണ്ട് മരിക്കണമെങ്കിൽ, മുസ്ലിം ആയിക്കൊണ്ട് സദാസമയം ജീവിച്ചെങ്കിൽ മാത്രമേ മുസ്ലിമായി മരിക്കാൻ കഴിയൂ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ ചില ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. അത് നന്മകളിൽ മത്സരിച്ച അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സഹാബത്തിനെ പറ്റി അള്ളാഹു പറയുകയാണ്, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. പ്രവാചകന്റെ സഹാബത്ത് മരണം വരെ അള്ളാഹുവിനെ ഭയപ്പെട്ടും പേടിച്ചും കൊണ്ടാണ് ജീവിച്ചത് സഹാബത്ത്. പിന്നെയോ വല്ലദീന ഹും ബിആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തുകളിലും വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയവരാണ്. പിന്നെയോ വല്ലദീന ഹും ബി റബ്ബിഹിം ലാ യുശ്രികൂൻ. അവർ അള്ളാഹുവിൽ ഒരു നിലക്കും ശിർക്ക് ചെയ്യാതെ മരിച്ചവരാണ്. അള്ളാഹിൻ്റെ പ്രവാചകൻ വളർത്തിയെടുത്ത ഉമ്മത്ത് ശിർക്ക് ചെയ്യാത്തവരാണ്. ശിർക്ക് തന്നെ നമുക്കറിയാം, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുക, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ആഗ്രഹങ്ങൾ നേടാൻ ശ്രദ്ധിക്കുക, അള്ളാഹു അല്ലാത്തവരോട് പ്രതീക്ഷ അർപ്പിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് തവക്കുൽ ചെയ്യുക, ഇതൊക്കെയാണ് ശിർക്ക് അല്ലേ? ഈ ശിർക്ക് ചെയ്യാതെ ജീവിച്ചവരാണ് സഹാബത്ത്. എന്നിട്ടോ അത്തരം ആളുകളെപ്പറ്റി അല്ല പറയാം, വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഖുർആൻ പറയുകയാണ്, വല്ലദീന അവർ യുഅ്തൂന മാ അതൗ അവർക്ക് നൽകിയത് ദാനമായി നൽകിയവരാണ്. അത് നൽകുമ്പോൾ വഖുലൂബുഹും വജിലത്തുൻ അവരുടെ മനസ്സ് പിടയുകയാണ്. അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വാസമർപ്പിച്ചു, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു, നൽകിയിൽ നിന്ന് അവർ നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവർ ആ നൽകുമ്പോൾ അവരുടെ കൽബ് പേടിക്കുന്നവരാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. റബ്ബിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകണമല്ലോ എന്ന ഭയം കൊണ്ട് മനസ്സ് പടയും. ആർക്ക്? സഹാബത്തിന്. ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, ഈ സഹാബത്തിനെ പറ്റി അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവരൊക്കെ ഭയപ്പെട്ടവരാണ്, ഇവരെല്ലാം പേടിച്ച് വിരണ്ടവരാണ്, എന്താണ് കാരണം? ആയിഷ ബി ചോദിക്കുകയാണ്, അഹുവല്ലദീ യസ്നി വയസ്രിഖ് വയശ്റബുൽ ഖംർ. അവർ വ്യഭിചരിച്ചവരാണോ നബിയെ ഇങ്ങനെ പേടിക്കാൻ? അതോ അവർ മദ്യപാനികളാണോ നബിയെ? യശ്റബുൽ ഖംർ, അല്ലെങ്കിൽ അവർ യസ്രിഖ് അവർ മോഷ്ടിച്ചവരാണോ? അവർ മോഷ്ടിക്കുകയോ വ്യഭിചരിക്കുകയോ കള്ളു കുടിക്കുകയോ ചെയ്തത് കൊണ്ടാണോ അവരുടെ മനസ്സുകൾ ഇങ്ങനെ പെടയുന്നത്? റബ്ബിങ്കിലേക്ക് മടങ്ങി വരേണ്ടി വരുമല്ലോ എന്നൊക്കെ അതുകൊണ്ടാണോ അവരൊക്കെ ഭയപ്പെട്ടത്? ഖുർആൻ പറഞ്ഞത് അതാണോ? റസൂലുള്ളാഹിന്റെ മറുപടി, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മോളെ, അതല്ല കാരണം. സഹാബത്ത് ഭയപ്പെടാൻ കാരണം അതല്ല. വഹുമുല്ലദീൻ യുസല്ലൂൻ, അവരൊക്കെ കൃത്യമായി നമസ്കരിച്ചവരാണ്. വയസൂമൂൻ, കൃത്യമായി നോമ്പനുഷ്ഠിച്ചവരാണ്. വയതസദ്ദഖൂൻ, അവർ കൃത്യമായി ദാനധർമ്മം നിർവഹിച്ചവരാണ്. അവർ വ്യഭിചരിച്ചവരല്ല, കള്ളു കുടിച്ചവരല്ല, മോഷ്ടിച്ചവരല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർ കൽബ് പെടയാൻ കാരണം? വയഖാഫൂന അൻ ലാ യതഖബ്ബല മിൻഹും, ഇതെല്ലാം ചെയ്തത് അല്ലാഹു കബൂൽ ചെയ്യുകയില്ലേ എന്ന ഭയമാണ്. അപ്പം നമ്മൾ റമദാൻ മാസത്തിൽ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ത്യാഗം വരിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു. പക്ഷെ അത് അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലേ എന്ന് നമ്മളുടെ കൽബിൽ യാതൊരു പേടിയുണ്ടായില്ല. നമുക്കത് അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയാണോ നമ്മൾ ചെയ്തതെന്ന് പരിശോധിക്കണം. അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഇനിയുള്ള നാളുകൾ ആ ഭയം നമ്മളെ പിന്തുടരും. ഞാൻ ഈ ഒരു മാസക്കാലം ത്യാഗോജലമായി ജീവിച്ച എൻ്റെ ദാനധർമ്മങ്ങൾ, എൻ്റെ ഖുർആൻ പാരായണം, എൻ്റെ ഉറക്കം വിളിച്ച ഖിയാമുൽ ലൈൽ, എൻ്റെ തഹജ്ജുദ് നമസ്കാരങ്ങൾ, ഇതൊക്കെ അള്ളാഹു കബൂലാക്കിയില്ലെങ്കിൽ എന്നേക്കാൾ നിർഭാഗ്യവാൻ ലോകത്താരും ഉണ്ടാവുകയില്ലോ എന്ന ഭയം നമുക്കുണ്ടാവണം. അപ്പോഴേ നമ്മളുടെ ജീവിതം സംശുദ്ധമാവും. അപ്പോഴേ ഇനിയുള്ള ജീവിതം നമ്മളത് പരിശുദ്ധമായി മുന്നോട്ടുണ്ടാക്കുകയും. സാധാരണഗതിയിൽ വിശ്വാസികൾക്ക് ഈ ഒരു 2 പെരുന്നാളല്ലല്ലോ, ഇത് സാധാരണഗതിയിൽ അങ്ങ് കഴിഞ്ഞു പോകും അല്ലേ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികളായ ആളുകൾക്ക് ഇനിയും 5 പെരുന്നാളുണ്ട്. ഇനിയും 5 പെരുന്നാളുണ്ട്.
ഇപ്പം നമ്മൾ അനുഭവിച്ച പെരുന്നാൾ നോമ്പ് അവസാനിപ്പിച്ച ഈദുൽ ഫിത്തർ അല്ലേ. മറ്റൊന്ന് നമ്മളുടെ റസൂലുള്ള പറഞ്ഞു, ഈ വിശ്വാസികളായ ആളുകൾക്ക് രണ്ട് സന്തോഷമുണ്ടാവും. ഒന്ന് പെരുന്നാൾ ദിവസം, മറ്റൊന്ന് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തതിന് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ, ഇന്ദ ലിഖായി റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. ഇത് രണ്ടും നമുക്ക് കിട്ടണം. അതിൻ്റെ പുറമെ നമുക്കൊരു 5 പെരുന്നാൾ കൂടുണ്ട് വിശ്വാസികൾക്ക്. ആ പെരുന്നാളാണ് നമ്മൾ നേടേണ്ടത്. നോക്കാം എന്തൊക്കെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹു വിരോധിച്ച കാര്യം ഒരൊറ്റ ദിവസം ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ ഫഹുവ യൗമ ഈദ്, അന്ന് പെരുന്നാളാണ്. എന്താ പറഞ്ഞത്? ഒന്നുകൂടി കേൾക്കണം. അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾ, അള്ളാഹു നിരോധിച്ച നിരോധനകൾ ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം വെടിയാൻ കഴിഞ്ഞാൽ, ഒരൊറ്റ ദിവസം വെടിയാൻ കഴിഞ്ഞാൽ ഫഹുവ യൗമ ഈദ്, അന്ന് അവന് പെരുന്നാളാണ്. അതാണ് ശരിക്കുള്ള പെരുന്നാൾ കേട്ടോ. അള്ളാഹിന്റെ കൽപ്പനകളെല്ലാം ഞാൻ എടുത്തു, അള്ളാഹു നിരോധിച്ചതെല്ലാം ഞാൻ ഒരു ദിവസം, ഒരൊറ്റ ദിവസം എങ്കിൽ ഫഹുവ യൗമ ഈദ്. ഇനിയോ രണ്ടാമത്തതോ റസൂലുള്ള പറയാണ്, രണ്ടാമത്തെ പെരുന്നാൾ, മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ഫഹുവൽ യൗമ ഈദ്. ഒരാൾ മരിക്കുമ്പോൾ നിരന്തരം അള്ളാഹു പരീക്ഷിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ നൽകി, ആ പരീക്ഷണങ്ങളെല്ലാം പിടിച്ചു നിന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ആ പരീക്ഷണത്തിൽ വിജയിച്ചു. അവസാനമായി യാത്ര പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഭൂതലം വിട്ടുപിരിയാൻ ഭാഗ്യം ലഭിക്കുന്നവരാരോ അവൻ ഫഹുവ യൗമ ഈദ്, അന്നും അവന് പെരുന്നാളാണ്. 2 പെരുന്നാളായി. ഒന്ന്, ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ഒരൊറ്റ ദിവസം അള്ളാഹു കൽപ്പിച്ചതും വിലക്കിയതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ഒരു ദിവസം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതം ഒരു ദിവസം ഉണ്ടാവുമോ? അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം ഉണ്ടാവുമോ? മതം നമ്മളോട് അനുശാസിക്കുന്നത് പ്രകാരം ഒരു ദിവസം ജീവിച്ചിട്ടുണ്ടോ? ഒറ്റ ദിവസം ഒന്ന് വെറുതെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോന്ന്? ഒരാളോടും പകയില്ല, ഒരാളോടും അസൂയയില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരു കളവും പറഞ്ഞില്ല, 5 നേരത്തെ നമസ്കാരം കൃത്യമായി. അതുപോലെ അള്ളാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും മദ്യപിച്ചില്ല, വ്യഭിചരിച്ചില്ല, മോഷ്ടിച്ചില്ല, ഒരു തെറ്റും കൈകൊണ്ടോ കണ്ണുകൊണ്ട് ചെയ്തില്ല, അന്യ സ്ത്രീകളെ നോക്കിയില്ല, അവരുടെ സൗന്ദര്യം ആസ്വദിച്ചില്ല, അതിനൊന്നും പോയിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ ഗാനങ്ങൾ, തിന്മയാർന്ന സിനിമാ ഗാനങ്ങൾ കേട്ടില്ല. രാത്രി കിടക്കുമ്പോൾ പലരും സിനിമാ ഗാനങ്ങൾ കേട്ടുറങ്ങുന്നവരാണ്. അങ്ങനത്തെ ഒരു തെറ്റും ചെയ്യാത്ത ഒരൊറ്റ ദിവസം ഉണ്ടായാൽ ഫഹുവ യൗമ ഈദ്, അന്ന് പെരുന്നാളാണ്. ആഘോഷിക്കുക. നിങ്ങൾക്ക് ഇപ്പം ആഘോഷിച്ചത് പുതുപുത്തൻ ഉടയാടകൾ അണിഞ്ഞ് സുഗന്ധപൂരിതമായി തക്ബീർ ധ്വനികൾ മുഴങ്ങി അവിടുന്ന് ഒരു ഖുത്ബയും കേട്ട് അതോടുകൂടിയേ കഴിഞ്ഞു അല്ലേ. യഥാർത്ഥ പെരുന്നാളിൻ്റെ കഴിഞ്ഞു, തക്ബീർ ചെല്ലുന്നോട്ട് തക്ബീർ യഥാർത്ഥ പെരുന്നാൾ കഴിഞ്ഞു. പിന്നെ തമ്മാടികളെ പെരുന്നാളാണ് പിന്നെയുള്ളത് അല്ലേ. പിന്നെ വിശ്വാസികളെ പെരുന്നാൾ എന്താ? അവരെ പെരുന്നാൾ രോഗികളെ കാണാൻ പോകുന്നു, ഖബർ സിയാറത്ത് ചെയ്യുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിണങ്ങി നിൽക്കുന്ന കുടുംബവുമായി ഇണങ്ങാൻ പോകുന്നു. ഇത്തരം കാര്യങ്ങളിലാണ് പെരുന്നാൾ ഉണ്ടാവേണ്ടത് അല്ലേ. തമ്മാടികൾക്കോ അവർക്ക് അന്ന് മുതൽ കള്ളുകൂടിയ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള സമയങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് 5 പെരുന്നാളിൻ്റെ ആണ്. അപ്പോൾ ഒന്നാമത്തെ പെരുന്നാൾ ഏതാണ്? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തിൽ ഒരു ദിവസമാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഒരൊറ്റ ദിവസം നിങ്ങൾക്ക് സാധിച്ചാൽ ഫഹുവ യൗമ ഈദ്, പെരുന്നാളാണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? അങ്ങനെ ജീവിച്ച അവസാനം മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അവസാനത്തെ ശ്വാസമെടുത്താൽ ഫഹുവ യൗമ ഈദ്, അന്ന് മുതൽ അവന് പെരുന്നാളാണ്. ഇനി മൂന്നാമത്തെ കാര്യം റസൂൽ പറയാണ്, വൽ യൗമുല്ലദീ ജാവിസു ഫീഹി സിറാത്ത്, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സിറാത്തിലൂടെ കടന്നു പോവുകയും യൗമുൻ അഹ്വാലി യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഖിയാമത്ത് നാളിലെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടുകയും സിറാത്ത് അപ്പുറം കടന്നു. സിറാത്ത് കടക്കാൻ കഴിഞ്ഞില്ലേ നരകത്തിൽ പോകും, അപ്പുറം കടന്നാൽ സ്വർഗ്ഗത്തിൽ പോകും. അന്നാണ് ഫഹുവ യൗമ ഈദ്, അവന്റെ പെരുന്നാൾ, മൂന്നാമത്തെ പെരുന്നാൾ കേട്ടോ. ഈ നാലാമത്തെ പെരുന്നാൾ റസൂൽ പറയാൻ, വൽ യൗമുല്ലദീ യദ്ഖുലു ഫീഹിൽ ജന്ന ഫഹുവ യൗമ ഈദ്. ഒരു മനുഷ്യൻ അയാളെ കുടുംബത്തെ അയാൾ നയിച്ചു സ്വർഗത്തിലേക്ക്. കൂ അംഫുസക്കും വാഹിലീക്കും നാറ എന്ന ഖുർആന്റെ കൽപ്പന അയാൾ സ്വീകരിച്ചു. യാ അയ്യുൽ നാമനു, വിശ്വസിച്ചവരെ, കൂ അംഫുസക്കും, നിങ്ങൾ സ്വന്തം രക്ഷപ്പെടണം, വാഹിലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം, നാറ നരകത്തിൽ നിന്ന്. ആർക്ക് കഴിയും ഈ കാലഘട്ടം അല്ലേ?
ഒരാൾക്ക് കഴിയോ? നമുക്ക് തന്നെ നമ്മളെ ശരീരത്തെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല, നമ്മളെ കുടുംബം തീരെയും കഴിയില്ല. കാരണം നമ്മളെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ? നമ്മളെ മക്കളൊന്നും നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല. അവർക്ക് അവരുടേതായ പല ഐഡിയകളുണ്ടാവും, ആണായാലും പെണ്ണായാലും. എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം എന്നാ പറയാം, അല്ലെ, വ്യക്തിയുടെ സ്വാതന്ത്ര്യം. ഇപ്പോൾ ഒരു പിതാവ് തൻ്റെ മകനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കൊത്ത് ജീവിപ്പിച്ചു. വളരെ അള്ളാഹിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും മകനെ കേൾപ്പിച്ചു. ലുക്മാൻ ഹക്കീമിനെ പോലെ ഒരു പിതാവ് മകനെ എല്ലാ നന്മകളും പഠിപ്പിച്ചു, അതനുസരിച്ച് ജീവിക്കുവാൻ നിർദ്ദേശിച്ചു. വേറൊരു പിതാവ് തൻ്റെ മകനെ എല്ലാ സ്വാതന്ത്ര്യവും നൽകി വളർത്തി, എല്ലാ സ്വാതന്ത്ര്യവും. ഓന് കള്ളുടിക്കാം, ഓന് വ്യഭിചരിക്കാം, ഓന് സിനിമകളിൽ പോകാം, ഏത് സമയത്ത് വേണമെങ്കിൽ വീട്ടിലേക്ക് വരാം, ഒരു ചോദ്യവുമില്ല. ഈ രണ്ട് പിതാക്കന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു പിതാവിനെ ആ പിതാവ് തൻ്റെ മകനെ സ്വർഗത്തിലെത്തിക്കാനുള്ള പണിയിലായിരുന്നു. മറ്റേ ആളോ ഓൻ എവിടെ എത്തിയാലും വേണില്ല, ഞാൻ നരകത്തിലാണ്, ഓൻ നരകത്തിലാണ്. രണ്ടുകൂടി നരകത്തിലേക്ക് കൊണ്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് പിതാവുള്ളത്. ഒന്ന് സർവ്വസ്വാതന്ത്ര്യം, എപ്പോൾ വേണേയും വരാം, ഏത് രാത്രിയിൽ വേണേയും വരാം, കള്ളു കുടിച്ച് വീട്ടിലേക്ക് വരാം, ഇനി ഏതെങ്കിലും പെണ്ണിയും കുട്ടി വരാം, അങ്ങനെ വരാം. അത് ലവ് ജിഹാദോ മറ്റോല് പറയുന്നത് പോലെ ഇസ്ലാമിൽ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ഒരു പെണ്ണുമായി ലവ് ചെയ്ത് വിവാഹം ചെയ്താൽ ഹറാമാ. എന്നിട്ടാണ് ലവ് ജിഹാദ്. എന്താ ഇതിനൊക്കെ പറയാം? സ്വന്തം സമൂഹത്തിൽ നിന്ന് പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ ഹറാമാ. ലാ നിക്കാഹ ഇല്ലാ ബി വലിയ്യിന, രക്ഷാധികാരിയുടെ സമ്മതമില്ലാതെ ഒരു വിവാഹം നടന്നാൽ അത് അള്ളാഹ് സ്വീകരിക്കൂല കേട്ടോ. എന്നിട്ടല്ലേ മറ്റു സമുദായം. ഇവിടെ ഇസ്ലാമിലൊരു നിയമമുണ്ട്, മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകളില്ലാതെ വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് വിവാഹം കഴിക്കാമോ? അവർ ഇങ്ങോട്ട് അവരുടെ രക്ഷിതാക്കന്മാർ ക്രിസ്ത്യാനികളോ ആരെങ്കിലും ഒരു മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഞാൻ എൻ്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്ത് തരുന്ന പോലും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ നമുക്ക് അവരെ വിവാഹം ചെയ്യാനാണ്. അല്ലാതെ ക്രിസ്ത്യാനികളെ ഞാൻ കല്യാണം കഴിക്കാൻ ഓടി പറഞ്ഞില്ല. ചിലവരെ വിചാരം എന്താ അറിയോ? ക്രിസ്ത്യാനികളെ കല്യാണം കഴിക്കാതെ ഖുർആനിലുണ്ടെന്നാണ്. മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകളില്ലായിരിക്കുകയും അതുപോലുള്ള കാലഘട്ടം വന്നാൽ അവർക്ക് അഹ്ലു കിതാബിൽ നിന്ന് വിവാഹം കഴിക്കാം. അത് വിവാഹം കഴിക്കൽ എങ്ങനെ? പ്രേമിച്ചിട്ടല്ല. പ്രേമിച്ചാൽ സ്വന്തം സമുദായത്തിനാണ് തന്നെ ഹറാമാണ്. പിന്നല്ലേ മറ്റേത്. പോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഒരൊറ്റ ദിവസം കേട്ടോ അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ കുടുംബത്തെ ഒരു ദിവസം ഈ ഹുത്തുബ കേട്ട് തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കളെയും ഒരു ദിവസം അള്ളാഹിൻ്റെ മാർഗത്തിൽ വളർത്തണമെന്ന് വാശി പിടിച്ചാൽ ആ മകൻ എന്ത് പറയും? ലോക്കൽ പിതാവാ അല്ലേ? വളരെ കൺട്രി ഫെലോ ആണ് നമ്മളെ ബാപ്പ. കാരണം എന്താ? അയാൾ ഓടുന്ന ഹുത്തുബ കേട്ടിട്ട് അയാൾ എൻ്റെ നേരെ തിരിയാം. ഒരു സ്വാതന്ത്ര്യം ഇല്ല പറയല്. ഇപ്പോഴത്തെ മക്കളെന്താ പറയല്? സ്വാതന്ത്ര്യം ഇല്ല, ടൂർ പോകാൻ സമ്മതിക്കുന്നില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നിച്ചു പോകാൻ കഴിയുന്നില്ല. ബോയ്സ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്. സ്വന്തം മോള് പറയാണ് ഫോൺ ചെയ്യുമ്പം, ആരാ മോളെ ഫോൺ ചെയ്യാൻ? എൻ്റെ ബോയ് ഫ്രണ്ടാണ്. ആരാണ് ബോയ് ഫ്രണ്ട് വെച്ചാൽ അത് പലരും ഉണ്ടാവും. ഇപ്പോൾ ഒന്നുകൊണ്ട് പറയാൻ കഴിയില്ല, 100-150 പെണ്ണുണ്ട് എന്നാണ്. അങ്ങനെ പെൺകുട്ടികളെ വളർത്തിയാൽ നല്ല സ്വാതന്ത്ര്യമുള്ള വാപ്പ. എന്താണെന്നറിയോ? കാലഘട്ട വിജ്ഞാനം പകർന്ന വാപ്പ. ആ ബാപ്പനോട് അല്ല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഒരൊറ്റ ദിവസത്തെ ഒരായത്താട്ട പുതിയത്. കൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണം. കഴിയോ? ഒരൊറ്റ കൽപ്പന ഒരു ദിവസം കഴിയൂല. നിങ്ങളെ കുടുംബം തന്നെ ആരൊക്കെ? നിങ്ങളെ ഭാര്യ ഉണ്ടാവില്ലേ? നിങ്ങളെ ഭാര്യനോട് ഒരു ദിവസം നിങ്ങൾ പറയുമ്പോൾ അള്ളയും റസൂലും പറഞ്ഞ നിർത്താൻ കഴിയൂല. ഓല് നിങ്ങളോട് വന്ന് ഗീബത്തും പരദൂഷണം എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് പറയരുത് അറിയാൻ പറ്റുമോ? കഴിയൂല. അതാണ് ഒരു ദിവസം. അല്ലാണ്ട് ഒരു ദിവസം കേൾക്കുമ്പോൾ ഒറ്റ ദിവസമുള്ളൂ, എന്നാൽ പിന്നെ എനിക്ക് ആ പെരുന്നാൾ കിട്ടും ചോദിക്കണ്ട. വലിയ പണിയാണ് കിട്ടാട്ടോ, വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ ഭാര്യ നമ്മളോട് പല വീട്ടിലെയും കുറ്റങ്ങളും കുറവുകളും ഇളയച്ചിൻ്റെയും മൂത്തച്ഛൻ്റെയും ഏഴത്തിൻ്റെയും അമ്മായിമൻ്റെയും കുറച്ചോരൊക്കെ കുറ്റങ്ങൾ പറയുമ്പോൾ അത് എനിക്കിവിടെ കേൾക്കണ്ട, അത് നീ ഇവിടുന്ന് പറഞ്ഞു പോകരുത്, അത് അള്ളാഹുവിൻ്റെ നരകത്തിലേക്കുള്ള പണിയാണ്, അതുകൊണ്ട് ആ പണി ഇവിടെ എടുക്കണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? പറഞ്ഞാലോ നിങ്ങളെ ഓക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഞാൻ ഒരു ജാതി മനുഷ്യനാണ്, എന്ത് പറഞ്ഞാലും കേൾക്കൂല, എല്ലാത്തിനും തട്ടുത്തരം പറയും ചെയ്യും. ഒരു വല്ലാത്തൊരു ഇസ്ലാമിൻ്റെ കെട്ടിയിട്ട് വന്ന് കൈയാൾ ഇഷ്ടപ്പെടൂല. ഞാൻ നേരത്തെ പറഞ്ഞ ബാപ്പനെ ഈ മക്കൾ ഇഷ്ടപ്പെടുമോ? നിങ്ങളെ പോലെ നിങ്ങൾ വളർത്തിയാൽ ഓല് പുറത്ത് പറയും, നിങ്ങൾ കേൾക്കും പറയില്ല. ഒരു ബാപ്പുണ്ട്, അയാളാണെങ്കിൽ ഈ പുതിയറ പള്ളിയിൽ പോയിട്ട് ഖുതുബയും കേട്ട് വരും, എന്നിട്ട് നമ്മളതിനനുസരിച്ചാക്കുക. ഒരു സ്വാതന്ത്ര്യമില്ലേ പറയല്? ആദ്യം തല്ലണ്ട ആ മൗലീനെ അറിയും, ഒക്കെ പറയുണ്ടാവും പുള്ളില്. ഏതാവട്ടെ, ഓല് എത്രയോ വട്ടം ആ ബാപ്പാൻ അടിച്ചിട്ടുണ്ട്.
കൈകൊണ്ടല്ല എന്ന് മാത്രം. നല്ലോണം അടിച്ചിട്ടുണ്ട്, പ്രഹരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില ഉമ്മാരാണെങ്കിലോ ഈ ബാപ്പ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ മുണ്ടാണ്ട് കുത്തുന്നത്, ഓൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, ഓളോലെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, ഓല ഇഷ്ടമുള്ള സമയത്ത് വന്നോട്ടെ, എന്തിനാ നിങ്ങൾ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടണമെന്ന് വെച്ചാൽ നിങ്ങളെ ഭാര്യ ഒരൊറ്റ ദിവസം കഴിയൂല, ഒരു ദിവസം കഴിയൂല. കാരണം മക്കൾക്ക് വേറെ ആഗ്രഹം, ഭാര്യക്ക് വേറെ ആഗ്രഹം, എല്ലാവരും ആഗ്രഹവും അള്ളാന്റെ റസൂലിന്റെ ആവൂല. ആക്കിയാലോ അതോടുകൂടി നിങ്ങൾ ജീവിതം തൊന്തരവായി. അപ്പം നിങ്ങൾ എന്താവും, വേണ്ട മതി, ഓല എങ്ങനെയും ജീവിച്ചോട്ടെ, ഞാൻ എങ്ങനെയും ജീവിക്കും, ഇനി മതി, ഇങ്ങനെ പോട്ടെ, ഇനി മരിക്കട്ടെ. അങ്ങനെ എന്നിട്ട് ചിലവർ പറയുന്നത് അറിയാം, ഇനി നല്ലൊരു ഭാര്യനെ കിട്ടണം എനിക്ക് അവിടുന്ന്. എന്തിനിങ്ങനെ ആക്കാനോ, കോലത്തിലാക്കാനോ? എന്നിട്ട് ഹൂർലീകളെ തന്നെ തന്നാൾ എന്ന് കാത്തിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങിയ ഈ 5 പെരുന്നാൾ നേടിയ ആളുകളെ സ്വർഗത്തിൽ ഹൂർലിങ്ങൾ കാത്തിക്കുന്നുണ്ട് ഒരു മരിക്കാൻ വേണ്ടിയിട്ട്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, അവർ പറയുന്നുണ്ട്, എൻ്റെ ജീവിത പങ്കാളിയെ അള്ളാഹുവെ എനിക്ക് അടുപ്പിച്ച് തരണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ 5 പെരുന്നാൾ കിട്ടിയ കേട്ടോ. ഒന്നാമത്തെ പെരുന്നാൾ എന്തായിരുന്നു? ഒരൊറ്റ ദിവസം അള്ളാഹിൻ്റെ കൽപ്പനകൾക്കൊത്ത് ജീവിക്കുക, അള്ളാഹിൻ്റെ ഒരു വിലക്കും എല്ലാ വിലക്കുകളും ജീവിതത്തിൽ വർജിക്കുക. അയ്യോ, ഇപ്പം പള്ളിയിൽ നിന്നാണ്ട് ഇറങ്ങി നിൽക്കുക, 2 പെണ്ണുങ്ങൾ അതിലെ പോകണ്ട, എന്ത് ചെയ്യും? കുലിൽ മുഅ്മിനീൻ യഗുദ്ദൂ മിൻ അബ്സാരിഹിം, കണ്ണുകൾ താഴ്ത്തോ? ഇല്ല, കണ്ണുകൾ ഉരുട്ടും, എന്നിട്ട് നോക്കും. അല്ലേ? ഒരൊറ്റ കൽപ്പന പറയാൻ എളുപ്പ. ഫഹുവ യൗമു ഈദ് എനിക്ക് അറബി പറയാം, അന്ന് പെരുന്നാളാണ്. മൂന്നാമത്തെ പെരുന്നാൾ നമ്മൾ പറഞ്ഞു സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴിയിൽ ഒരു സിറാത്തുണ്ട്. അതാണല്ലോ നമ്മൾ ആ വഴിയിലൂടെ നീ എന്നെ സഞ്ചരിപ്പിക്കണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ആ സിറാത്തിലൂടെ പടച്ചോനെ അപ്പുറം കടക്കണം. എന്നിട്ടോ ഖിയാമത്ത് യാതൊരു ഭീകരതയുമില്ലാതെ സിറാത്ത് അപ്പുറം കടക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ ഫഹുവ യൗമു ഈദ്. ഇനിയോ പിന്നെ പറഞ്ഞെന്താ? വൽ യൗമുല്ലദീ യദ്ഖുലു ഫീഹിൽ ജന്ന, കുടുംബസമേതം ബാപ്പിയും ഉമ്മയും മക്കളും എല്ലാം കൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ദിവസം ഫഹുവ യൗമു ഈദ്, പെരുന്നാളാണ്. ഇനി അതിലും വലിയ പെരുന്നാളുണ്ടോ? ഈ പെരുന്നാളിൻ്റെ കുപ്പായൊക്കെ 2 ദിവസം ഇടും, 3-ാമത്തെ ദിവസം വേണം ഇവിടെ ഇടുന്നു. അല്ലേ? 4 ദിവസം ഉണ്ടാവും. അല്ലേ? അതിൽ കഴിഞ്ഞുണ്ടാവുമോ? നമ്മളോടെന്താ അള്ളാഹ് പറഞ്ഞ ലിബാസു തഖ്വാ ദാലിക ഖൈർ, തഖ്വയാകുന്ന വസ്ത്രമല്ല, അതാണ് ഉത്തമം. നിങ്ങൾ വാങ്ങിയ മുന്തിയ വസ്ത്രങ്ങളുടെ എന്തായാലും പറയാം, ബ്രാൻഡഡ് കുപ്പായങ്ങൾക്കൊന്നും ഒരു വിലയില്ല, ഒക്കെ ഭ്രാന്തന്മാരതാണ്. ഭ്രാന്തൻ അതിന് പേര് തന്നെ, ഭ്രാന്തന്മാർ മാത്രം ഇടാനുള്ളത്. ഒരു 3 മാസം ഇടുക, 4-ാമത്തെ മാസം ഇടൂല. മുമ്പൊക്കെ പടച്ച തമ്പുരാനെ കീറിയതും തുന്നിയതും അല്ലെ, നമ്മളൊക്കെ ഉമ്മാരും പെങ്ങന്മാരും ഒക്കെ സൂചി നൂലേറ്റ് കുത്തിക്കുന്നത് കാണായിരുന്നു. ഇപ്പം കാണുമോ? ഇപ്പം സൂചി എന്താണെന്ന് അറിയാത്ത കുട്ടികളുണ്ട്. എന്താ സൂചി, എന്താ നൂലെന്ന് അറിയില്ല. കാരണം ബ്രോയിലർ കോഴി പോലെ മക്കളെ വളർത്തുന്നത്. അവർക്ക് ഒരു പ്രയാസം ഉണ്ടാവരുത്. അവർക്ക് 24 മണിക്കൂറും ശരിക്കും പറഞ്ഞാൽ 6 വയസ്സൊക്കെ ആയാലും വരെ പാല് കൊടുക്കുക. പാല്, പശുവും പാല് കുട്ടിയൊക്കെ കുപ്പിയിൽ സ്കൂളിൽ വന്നാൽ അപ്പം പാലാണ്. ഇവിടെ ഒരു ഡോക്ടറുണ്ട്, ആ പാല് കുടിക്കുന്നത് അവിടെ കുത്തിക്കുന്നുണ്ട് ആ ഡോക്ടർ. പശുവിൻ്റെ കുട്ടിക്കുള്ള പശുവിൻ്റെ പാല് എന്നാണ് ഇവിടെ ഉണ്ട് ഇപ്പോൾ പള്ളി ഡോക്ടർ. സത്യത്തിൽ അത് പാല് കഴിക്കുമ്പം ഒരു പ്രായം വരെ ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ആ പാല് കുട്ടിക്ക് കൊടുക്കുന്ന ചിലവരൊക്കെ ഏത് +1 +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പാല് കൊടുത്ത് വളർത്തുക. ഓൻക്കരാത്തതിൽ ഒരു ബസ് കയറാൻ അറിയില്ല. ഒരു ബസ് സ്കൂളിൽ സ്ട്രൈക്ക് ഉണ്ടായാൽ ഓട്ടോറിക്ഷ അങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ഓൻക്ക് ഇങ്ങോട്ട് വരാനറിയില്ല. ബ്രോയിലറെ കോയിൻ്റെ മാതിരിയാണ്. അങ്ങനെ വളർത്തുന്നു ഈ വാപ്പ. വേറെ വാപ്പയെ സർവ്വ സ്വാതന്ത്ര്യം, ഓൻ എവിടെ വേണമെങ്കിലും. ഇപ്പം ഇവിടുന്ന് ഓൻക്ക് ഡൽഹിയിലുള്ള ഏത് കാര്യവും എവിടെ വേണമെങ്കിലും മൊബൈലുണ്ട്, ഗൂഗിളിൽ അടിച്ചാൽ പോകാലോ എവിടെ വേണമെങ്കിലും. അല്ലേ? വല്ലാത്തൊരു കാലം. ഈ കാലത്ത് നിങ്ങൾ ഈ ഒരു ആയത്ത് ജീവിതത്തിൽ പുറത്തു ഒറ്റ ദിവസം കുടുംബത്തെയും നിങ്ങളെയും നരകത്തിന് കഴിച്ചിലാക്കണം. കഴിയുമോ? അപ്പം നമുക്ക് വളരെ പ്രയാസം. അപ്പം ഞാൻ 5-ാമത്തെ കൂടി പറയാം കേട്ടോ. അപ്പോൾ 1, 2, 4 പെരുന്നാൾ ഇപ്പോൾ പറഞ്ഞു. 5-ാമത്തെ പെരുന്നാൾ വൽ യൗമുല്ലദീ യൻളുറു ഇലാ റബ്ബി, സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അള്ളാഹുവിനെ മുഖാമുഖം കാണുക. ഫഹുവ യൗമു ഈദ്, അന്നും പെരുന്നാളാണ്. 5 പെരുന്നാൾ പറഞ്ഞു. അള്ളാഹിനെ മുഖാമുഖം കാണാൻ കഴിയും ആർക്ക്? വിശ്വാസിക്ക്. ഈ 5 പെരുന്നാൾ കിട്ടണം. അല്ലാണ്ട് റമളാൻ്റെ അന്ന് നോമ്പ് നോറ്റ് പെരുന്നാളിൻ്റെ അന്ന് ഈദ്ഗാഹ് അവിടെ സംഘടിപ്പിച്ച് അവിടെ ഈദ്ഗാഹിൽ പോയിട്ട് അല്ലാഹു അക്ബർ, എന്താ അല്ലാഹു അക്ബർ?
അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? അള്ളാഹുവെ നിന്റെ ഇഷ്ടത്തിന് കേൾക്കാം, അള്ളാഹുവെ നിന്റെ ഇഷ്ടത്തിന് പറയാം, അള്ളാഹുവെ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാന്നല്ല ഇപ്പൊ പറഞ്ഞത്. കഴിയൂല. തക്ബീറല്ല അല്ല സുഖ. കാരണം തക്ബീർ ചെല്ലുമ്പോൾ കാലിന്റെ അടിയിൽ കൂടെ തന്നെ പോയി തലയിൽ കൂടെ ഒരു കിളി പാറും. കാരണം എല്ലാവരും കൂടി ഇങ്ങനെ ഭയങ്കര തക്ബീർ ചെല്ലുമ്പോഴേ ആ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൽബിന്റെ അകത്തേക്ക് ഒരു കിളി പോയ മാതിരി ഉണ്ടാവും. പക്ഷെ ഈ കിളി എവിടെ ഇല്ല? കൽബിലില്ല. അത് ആ ഒച്ചയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ ആവരുത് കേട്ടോ. നിങ്ങളുടെ ജീവിതം മരണം വരെ അള്ളാഹ്ക്ക് സമർപ്പിച്ച് അള്ളാഹുവിൻ്റെ ഈ 5 സ്വർഗം, ഈ 5 കൂട്ടർക്ക് പെരുന്നാൾ ആഘോഷിക്കുന്ന ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ കർമ്മങ്ങളും ഉണ്ടാക്കി. ഇപ്പം റമദാന് ഫുള്ള് കർമ്മങ്ങളായിരുന്നു, നിരന്തരമായി അല്ലേ. ദാനധർമ്മം കൊടുക്കാത്തോലും കൊടുത്തു, ഒന്നും കൊടുക്കാത്തോലെ കൊടുത്തു അല്ലേ. അവനാനെ കൊണ്ട് കഴിയും പോലെ കൊടുത്തില്ലേ? കൊടുത്തു. ഫിത്ർ സക്കാത്ത് കൊടുത്തു അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? വിശുദ്ധരായി. റസൂലുള്ള പറയാം, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എൻ്റെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകളെ പറ്റി അള്ളാഹു എനിക്ക് വിവരം തന്നിട്ടുണ്ട്. ചില ആളുകളെ പറ്റി അള്ളാഹ് വിവരം കൊടുത്തിട്ടുണ്ട്. ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, ആരാണ്? യഅ്തൂന യൗമൽ ഖിയാമത്തി ബി ഹസനാത്ത്, അവർ ഒരുപാട് നന്മകളുമായിട്ടാണ് പേറിയിട്ട് നരക സ്വർഗ്ഗത്തിൽ പരലോകത്തേക്ക് വരിക. യൗമുൽ ഖിയാമ ദിവസം അവർ വരിക. യഅ്തൂന യൗമൽ ഖിയാമത്തി ബി ഹസനാത്തിൻ, ഒരുപാട് നന്മകളുമായി. നമസ്കരിച്ചുണ്ട്, തഹജ്ജുദുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്, സദഖയുണ്ട്, ഉംറയുണ്ട്, ഹജ്ജുണ്ട്. ഇതൊക്കത്തിൻ്റെയും കൂലി വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മത്ത് പരലോകത്ത് വരും. ഇതൊക്കെ നിർവഹിച്ചതിൻ്റെ സന്തോഷത്തോടെ വരുന്നു കേട്ടോ. റസൂല പറയാ, ആ കർമ്മങ്ങളെ പറ്റി റസൂല പറഞ്ഞത് അറിയാം, അംസാല ജിബാലി തിഹാമ ബീളൻ, നന്മ കൊണ്ട് തിഹാമ പർവ്വതത്തിൻ്റെ അത്ര ഉയരത്തിൽ നന്മയുണ്ട്. അതേറ്റാ വന്നത്. അങ്ങനെ തിഹാമ പർവ്വതത്തെക്കാൾ ഉയരമുള്ള അത്ര അട്ടിയിട്ട നന്മകളുമായിട്ടാണ് പരലോകത്ത് വന്നത്. എന്നിട്ടോ അള്ളാഹു പറയാം, ഫയജ്അലു അല്ലാഹു ഹബാഅൻ മൻസൂറ, അള്ളാഹു ആ സൽക്കർമ്മങ്ങൾ, ആ ഇബാദത്തുകൾ ഒക്കെയും എന്ത് ചെയ്തു? ഹബാഅൻ മൻസൂറ, വിതറിയ ധൂളിയാക്കി. ഹബാ എന്ന് പറഞ്ഞാൽ ധൂളി. ധൂളി പറഞ്ഞാൽ ഇപ്പം അതാ ഒരു വെളിച്ചങ്ങനെ കാണാൻ, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പൊടിവെള്ളം കാണില്ലേ? ഒരു പൊടിവെള്ളം ഇങ്ങനെ പാർന്ന് കാണല്ലേ? അതിനാണ് അറബിയിൽ ഹബാവ് എന്നറിയാം. പൊടിവെള്ളം, ഡസ്റ്റ്, അതിനാണ് അറബിയിൽ ഹബാവ് എന്നറിയാം. എല്ലാ ഇബാദത്തുകളും ഖിയാമത്ത് നാളിൽ പേറി വന്നു. നമ്മൾ ഇതൊക്കെ ഉണ്ട്. ഹജ്ജുണ്ട്, ഉംറയുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, അതോടൊപ്പം തന്നെ സുന്നത്ത് നോമ്പുകളുണ്ട്, സുന്നത്ത് നമസ്കാരമുണ്ട്. എൻ്റെ റബ്ബേ, ചെയ്യാത്തൊരു കർമ്മവുമില്ല. അതൊക്കെ പേറിയാണ് യൗമുൽ ഖിയാമ വന്നത്. അല്ലാഹ് അതെല്ലാം കൂടി എന്താക്കി? ഹബാഅൻ മൻസൂറ. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര സങ്കടത്തോട്ടാണ് ഈ ഹദീസ് കേൾക്കേണ്ടത്. പൊടി പോലെ, ധൂളി പോലെ, ഈ ലൈറ്റൊക്കെ അടിക്കുമ്പോഴേ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പാറിപ്പോണ ആ സാധനത്തിന് അറബിയിൽ ഹബാവ് എന്നറിയാം. എന്നിട്ട് അതിങ്ങനെ വിതറി എന്ന് പറഞ്ഞാൽ അത് ശേഖരിക്കാൻ കഴിയില്ല. ആ പൊടി അയ്യോ ആ വിധം ആക്കിക്കളി. എന്നിട്ട് എന്താ കാരണം? അപ്പോൾ സഹാബത്ത് ചോദിക്കുക നബിയോട്, യാ റസൂൽ അല്ലാഹ് സിഫ്ഹും ലന വ ജല്ലിഹിം ലന, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അവരാരാണെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരണം. അങ്ങനെ അവരുടെ ഇബാദത്തുകളെല്ലാം അള്ളാഹു തള്ളി തകർത്ത് ധൂളികളാക്കി മാറ്റുന്ന ആ വിഭാഗം ആളുകളെ കുറിച്ച് റസൂലെ നമുക്കൊന്ന് പറഞ്ഞു തരണം. എന്തിനാ? അല്ലാ നകൂന മിൻഹും വ നഹ്നു ലാ നഅലം, നമ്മൾ അറിയാണ്ടേ അവരെ ആ വിഭാഗത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ഞങ്ങൾ അറിയാതെ ആ വിഭാഗത്തെ പെറ്റുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരാരാണെന്ന് നബിയെ ഞങ്ങൾക്ക് നിങ്ങൾ വിശദീകരിച്ചു തരണം. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ പോലെ നിങ്ങളെ സഹോദരന്മാരാണ്. അതായത് മുസ്ലിങ്ങളാണ്, മുസ്ലിം നാമധാരികളായ സഹോദരന്മാരാണ്. ഒമിൻ ജിൽദത്തിക്കും, നിങ്ങളുടെ അതേ സ്വഭാവമുള്ള നിസ്കാരവും നോമ്പും ഇബാദത്തും ഒക്കെ നിങ്ങളെപ്പോലെ ചെയ്തവരാണ്. ഓ യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാത്രിയിലൊക്കെ നിസ്കരിച്ചതുപോലെ തന്നെ അവർ രാത്രിയിൽ നിസ്കരിച്ചു. പക്ഷേ വലാകിന്നഹും, എന്നാൽ അവർ അഖ്വാമുൻ, ആ ഖൗമ്, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖു, അവർ ഈ റമദാനും പരിശുദ്ധമായ എല്ലാ നന്മകളുടെയും കാലം കഴിഞ്ഞ് അവർ ജീവിതത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ അവർ പിന്നെ അള്ളാഹു ഹറാമാക്കിയതിനൊക്കെ പിച്ച് ചെയ്യുന്നു. അങ്ങനെ ഹറാമാക്കിയത് പിന്നെ ഒരിക്കലില്ല, ഒക്കെ പിച്ച് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ കുറേ എടുത്തില്ലേ ഹറാമ്? റമദാനിന് ഹറാമ് വേണ്ട, ഹറാമൊന്നും വേണ്ട, ആരെയും നോക്കണ്ട, ആരെയും കാണണ്ട, കള്ള് കുടിക്കണ്ട, ലഹരി വേണ്ട, ഭാര്യയെ ചീത്ത പറയണ്ട, ഭർത്താവിനോട് വൃത്തികേട് കാണിക്കണ്ട, എല്ലാം വിശുദ്ധമായിരുന്നു അല്ലേ? ഇസ്ലാമികമായ വേഷദാനം. മറ്റതോ മൗലവിമാരെ കാണുമ്പോൾ ഒരു പർദ്ദ ഉണ്ട് അല്ലേ?
പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു പർദ്ദ, എക്സിബിഷന് പോകുമ്പം അലാക്കിൻ്റെ ചുരിദാർ, ആരെ പറ്റിക്കാനാ? പള്ളിക്കൽക്ക് വരുമ്പം അതിനായിട്ട് പർദ്ദ വാങ്ങണമല്ലുണ്ട്. പിന്നെന്തിനാ ചുരിദാർ വാങ്ങിയതാണ് പെണ്ണുങ്ങൾ ചോദിക്കുന്നത്. ഈ പർദ്ദ ഇടാനാണെങ്കിൽ പിന്നെ അടിയിൽ ചുരിദാർ കാരണം എന്തിനാ? പുള്ളിയുള്ളതാണ്, അതെല്ലാവരും കാണിക്കണം. എന്നിട്ട് വേണം കുറേ ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ. എനിക്കതിന് കഴിയൂല എങ്ങനെ ആകുമ്പോൾ കേട്ടോ. പുള്ളിയുള്ള ചുരിദാറും വീക്ക് ലാമ്പ് മാറും, എത്ര മറച്ചാലും മാറുമറിയില്ല. ഇനി പർദ്ദട്ട പെണ്ണുങ്ങളും മാറൂല. ഒരു തുണി കൊണ്ട് ഇങ്ങനെ ആക്കുന്നതാണ് എൻ്റെ മറിയുള്ള ആടിൻ്റെ അരി അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി, നിങ്ങളെ പെങ്ങളി, നിങ്ങളെ അമ്മനെയും നിങ്ങളെ എല്ലാവരെയും നിങ്ങളൊന്ന് പോയി നോക്കേണ്ടി. മാറിയില്ല. കാരണം അതവൾക്ക് ഇഷ്ടമല്ല. ശൈത്താനവൾക്ക് ഇട്ട് കൊടുക്കും. എന്നാലും അവൾക്ക് എന്താ പറയുക, ഒരു ഷോപ്പിങ്ങിന് ചെന്നാൽ അവിടെയുള്ള സാധനം സെയിൽ ചെയ്യുന്ന ആ സെയിൽസ്മാൻ ഉണ്ടല്ലോ, നോക്ക് മുഴുവനും പർദ്ദട്ടയിപ്പുണ്ട് മാറാൻ, അല്ലാണ്ട് ഓനക്ക് വേറൊന്നും വേണ്ട. ഒന്നിനല്ല, അത് കാണാൻ വേണ്ട, അത് കാണിക്കാനോളും. ഒരൊറ്റ ദിവസം അള്ളി റസൂലും പറഞ്ഞ പോലെ ജീവിക്കാൻ കഴിഞ്ഞാൽ ഫഹുവ യൗമു ഈദ്, അന്ന് പെരുന്നാളാണ്, മറക്കണ്ടട്ടോ. ഇപ്പം നടന്നത് പെരുന്നാളല്ല, ഇപ്പം നടന്നത് നോമ്പ് നോറ്റ് അതിൻ്റെ അവസാനത്തിൽ വലി തുക്കുമിലുള്ള ഇദ്ദ എണ്ണം പൂർത്തീകരിച്ചു. അപ്പോൾ വലി തുക്കബിറുള്ള അലാമാഹദാക്കും, ആ ഒരു മാസക്കാലം സന്മാർഗത്തിൽ ജീവിക്കാൻ അനുഗ്രഹിച്ച റബ്ബിന് തക്ബീർ ചെയ്തു. അതാണ് പെരുന്നാൾ അല്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പെരുന്നാൾ, ഈ 5 പെരുന്നാൾ കിട്ടിയാലേ മരണം വരെ പെരുന്നാളിനോടുകൂടി ജീവിക്കാൻ കഴിയുള്ളൂ. കേട്ടോ, മറക്കണ്ട. ഞാൻ ആ 5 പെരുന്നാൾ നിങ്ങൾ ശരിക്കും നിങ്ങളെ പുരയെ പോയിരുന്ന് എഴുതി വെക്കണം. 5 കേട്ടോ, 5 പെരുന്നാൾ ഏതൊക്കെയെന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഏതെല്ലാം പെരുന്നാൾ കിട്ടി എന്ന് പരിശോധിക്കണം കേട്ടോ, ആണും പെണ്ണും. ഏതാട്ടെ, എൻ്റെ റസൂൽ പറയാം, ഒറ്റപ്പെട്ടാൽ, ഏകാന്തരായാൽ, എത്ര ഹൗഫോടുകൂടി ജീവിച്ച ആളുകളായാലും റമദാനൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ലൂസാവും അല്ലേ? ലൂസാവൂലേ? ഇപ്പോഴുള്ള ടൈറ്റൊക്കെ പോകൂലേ? ഇപ്പം തന്നെ കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പെരുന്നാളിൻ്റെ അന്ന് തന്നെ കുറയും. ചിലവിൽ അന്ന് തന്നെ നിസ്കരിക്കൂല, നിസ്കാരം അന്ന് തന്നെ തീർന്ന്. ചിലവിൽ ഇനി ഒരു കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടാവും നിസ്കാരം. മറ്റേ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിക്കൊക്കെ പാഞ്ഞു കയറിയതാ. ഇനി ബാങ്ക് കൊടുക്കുമ്പോൾ ആരെയും കൊടുത്തോട്ടെ, അതൊക്കെ ആരെയും കൊടുക്കട്ടെ, നമുക്കിവിടെ കച്ചവടമുണ്ട്. നമുക്ക് ആളുകൾ സാധനം വാങ്ങാൻ വന്ന സമയത്താണോ നിസ്കാരം? ഓനക്ക് അവിടെ വേറെ പണിയൊന്നുമില്ല. പിന്നെ അള്ളാൻ റസൂലിനെ കുറ്റം പറയാം, ബാങ്ക് കൊടുത്തോനും കുറ്റം പറയും. എന്താ, ഓനക്ക് വേറെ പണിയൊന്നുമില്ല, അവർക്ക് ബാങ്ക് കൊടുക്കല. നിന്റെ പണി അതല്ല, അതുകൊണ്ട് എനിക്ക് പോണ്ട. നേരെ മറിച്ച് റമളാനോ ഇനി അങ്ങനെ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ അങ്ങനെ വിടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഏത് ഹറാമിലേക്കും നീങ്ങും. കള്ളുടിക്കുന്നവരെ കൂടെ കള്ളുടിക്കും, വ്യഭിചരിക്കുന്നവരെ കൂടെ വ്യഭിചരിക്കും. അങ്ങനത്തെ ടൂറ് പോയാൽ അതൊക്കെ ചെയ്യും. മനസ്സിലായോ? കഴിയുന്നത്ര ലോട്ടറി ടിക്കറ്റ് എടുക്കും. ഇതൊക്കെ ഹറാമാണല്ലോ. ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് അള്ളാഹിനോട് ദ്വാരക്കണമല്ലോ അറിയങ്ങൾ. പഠിച്ചോനെ, ഈ പ്രാവശ്യത്തെ ലോട്ടറി എനിക്ക് അടുപ്പിച്ച് തരുന്നതാണ്. റബ്ബിന് അതല്ലേ പണി. എന്ത് വിവരം കുറഞ്ഞ മൂമിനാവല്ലേ? അള്ളാഹുബനൊക്കെ നാളെ പരലോന്ന് കിട്ടിയാവോൻ്റെ എല്ലാ അമലും ഹബാ മൻസൂർ ആക്കിയില്ലിൽ തരാറുള്ളൂ അല്ലേ? ചിലവർ ആ പൈസ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരുമ്പം ചിലവരെന്താ പറയുക, ഞാൻ ലോട്ടറി എടുത്തതല്ല, ആ പാവപ്പെട്ടവനെ സഹായിച്ചാണ്. അത് വിൽക്കണവനെ നനക്കാട്ട് കൊടുത്താൽ പോരാ 50 റുപ്യ. ഇത് അവനോട് ലോട്ടറി വാങ്ങി, അത് അനക്ക് മെല്ലെ കൈമലാക്കണം. ഏത് ലോട്ടറി പറഞ്ഞാൽ തന്നെ അള്ളാഹിൻ്റെ ഖുർആനിൽ ഹറാമാക്കി പ്രസ്താവിച്ചതല്ല. അതാട്ടെ, ഒരൊറ്റ ദിവസമെങ്കിലും അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിലങ്ങുകയും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ എടുക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ 5 പെരുന്നാളിൽ പങ്കെടുക്കാൻ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി പോരാടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരാ ആ മുസ്ലിങ്ങൾ, അവർക്ക് അള്ളാഹു സ്വർഗം നൽകി അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്തിൽ കഴിയുന്ന ചെറുതും വലുതുമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, പരിശുദ്ധരിൽ പരിശുദ്ധരാവാൻ ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തഖ്വയോടുകൂടി മരണം വരെ ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുന്നവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനുവേണ്ടിയുള്ള അധ്വാനം നമ്മൾ ഉണ്ടാവണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ കർമ്മങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നാം പറഞ്ഞത്. ഒഴിഞ്ഞു നിൽക്കുമ്പോൾ ഹറാമിലേക്ക് പോയി പോവും. അപ്പം എല്ലാ ഇബാദത്തും പോയി പോകും. മനസ്സിലായോ?
ഇപ്പം മനസ്സിലായോ? റമദാനിൽ ഇപ്പോൾ ഒരുപാട് സൽക്കർമ്മം ചെയ്തില്ലേ? ഇതൊക്കെ പോക്കാൻ എന്ത് മതി? ഒരു ഹറാമിലേക്ക് പോയാൽ മതി. ഒരു മദ്യപാനത്തിലേക്കാകാം, അല്ലെങ്കിൽ ഒരു വിചാരത്തിലേക്കാകാം, അല്ലെങ്കിൽ ഒരു ലോട്ടറി ആവാം. മനസ്സിലായോ? ഇങ്ങനത്തെ അള്ളാഹു ഹറാമാക്കിയ ഷിർക്കിലേക്കാകാം, അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ജാറത്തിലേക്ക് പോയതാവാം. പോയി, എല്ലാം കഴിഞ്ഞു. അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? വലക്കത് ഊഹിയ ഇലൈക ഇലല്ലദീന മിൻ ഖബ്ലിക്, മുഹമ്മദെ നിനക്ക് മുമ്പ് വന്ന സർവസ്വ പ്രവാചകന്മാർക്കും നാം വഹീ കൊടുത്തിട്ടുണ്ട്. എന്ത്? ലഇൻ അശ്റക്ത, മുഹമ്മദെ ലോകം കണ്ട ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് അല്ലാഹ്, ലഇൻ അശ്റക്ത, നിന്റെ ജീവിതത്തിൽ ശിർക്ക് വന്നാൽ ലയഹ്ബത്തന്ന അമലുക, നിന്റെ സകല സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. ഇനിയൊന്നും ഉണ്ടാവില്ല, മരിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ലയഹ്ബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ പരലോകം നഷ്ടപ്പെട്ടതിൽ ഉൾപ്പെടും. ആ ഒരു മോമിനോടാ പറഞ്ഞത്, സൂറത്ത് സുമർ ഉണ്ടോ? അപ്പം നമുക്ക് രണ്ടാമത്തെ കാര്യം കൂടി ഒന്ന് കേൾക്കാം. നമ്മളുടെ എല്ലാ അമലുകളെയും പൊളിപ്പിക്കുന്ന ഖുർആൻ തന്നെ പറഞ്ഞ അള്ളാഹു പറയാണ്, യാ അയ്യുൽ നാമനു, വിശ്വാസിച്ചവരെ, അത്തിയുല്ലാഹ വ അത്തിയു റസൂൽ, നിങ്ങൾ അള്ളാഹിനും റസൂലിനെ അനുസരിക്കണം. എന്താ പറഞ്ഞത്? അള്ളാഹിനും റസൂലിനെ അനുസരിക്കണം. ചില ആൾക്കാർ അള്ളാഹിൻ്റെ ഖുർആനിലുണ്ട്, അതനുസരിച്ചോളാം. ഹദീസുകളിൽ ഒരുപാട് തെറ്റുകളുണ്ട്, ഒരുപാട് കുറ്റങ്ങളുണ്ട്, അതിൽ ലൈഫായ ഹദീസുണ്ട്, അതുകൊണ്ട് ഞാൻ ഹദീസ് കേൾക്കൂല. എൻ്റെ കാര്യമാണ് അള്ളാഹ് പറഞ്ഞത്. വാ അത്തിയു റസൂൽ, റസൂലിനെ അനുസരിക്കണം. വല തുബുത്തിലു അമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാക്കരുത്. ഒക്കെ പോയി ഞാൻ എനിക്ക് അതുപോലത്തെ എത്ര ഹദീസ് ആരൊക്കെ പറയണം, അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അമാലൊക്കെ പൊളിഞ്ഞ്. എത്ര എളുപ്പമുണ്ട് അല്ലേ? ചില ആൾക്കാരങ്ങനെ പറയാം. റസൂൽ പറഞ്ഞല്ലേ, ഖുർആനിലുള്ളതല്ലല്ലോ, എൻ്റെ അമലൊക്കെ പോയി. എത്ര എളുപ്പമുണ്ട് അല്ലേ? ഈ അപകടത്തിൽ എത്ര ആൾക്കാർ പോയി പെടുമെന്നറിയോ? ഈ ചെറുപ്പക്കാരായ ആളുകൾ നല്ലോണം ദീനിലേക്ക് വരും. ആ ദീനിലേക്ക് വന്ന അത്ര തന്നെ ഒരൊറ്റ വാക്കുകൊണ്ട് എല്ലാം പോകും. സൂക്ഷിക്കുക. അതുകൊണ്ട് എന്നിട്ട് അല്ലാഹ് ഖുർആനിൽ പറയാം, സൂറത്ത് നൂറിൽ കാണാം, ഫൽ യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, റബ്ബിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നവർ ഭയപ്പെടട്ടെ, ജാഗ്രതയോടെ കൂടി കാണാൻ തുസീബഹും ഫിത്ന, അവരുടെ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാവും. അള്ളാഹിൻ്റെ കൽപ്പനക്കെതിരിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അള്ളാഹു ഫിത്ന തരും, കുഴപ്പങ്ങൾ. കണ്ടില്ലേ? ഇപ്പോൾ നമ്മളുടെ കുടുംബത്തെ, ഭാര്യയെ ഒന്നും നമ്മളെന്ത് ചെയ്തില്ല, അള്ളാഹിൻ്റെ മാർഗത്തിൽ ജീവിപ്പിച്ചില്ല. ഓള് പറയുന്ന ഡ്രസ്സ് ഇട്ട് കൊടുത്തു, ഓള് പറയുന്നതെല്ലാം ചെയ്തു, എല്ലാ സിനിമക്കും കൊണ്ടുപോയി, സകല തിന്മകൾക്കും കൊണ്ടുപോയി. അവൾ പറഞ്ഞു ടൂറ് പോകാൻ, അപ്പോൾ ടൂറ് പോയി. ഖുർആൻ പഠനം നിർത്തിവെച്ച് പോയി. ഇങ്ങനെ നന്നായി നിൽക്കുന്ന സമയത്താണ് എന്താണ് ഇബിലീസ് പെട്ടെന്ന് ഇടപെടുക. ഇപ്പോൾ അതാ റമദാൻ, ഇപ്പം എന്താ ഇബിലീസ് പറയുമോ, ഒരു മാസക്കാലം ഈ ഖുർആനേറ്റും നോമ്പേറ്റും സക്കാത്തേറ്റും സദക്കയേറ്റും ഒക്കെ പരിശുദ്ധായില്ലേ, ഇനിയൊരു കുറച്ച് ദിവസം എനിക്കൊന്ന് ഊട്ടി പോയിക്കൂടെ അല്ലേ? പറഞ്ഞില്ലേ? പറയും. ഇന്ന് പറഞ്ഞില്ലേ, ഈ ആഴ്ച പറയും. നമ്മൾ പറഞ്ഞില്ല, നമ്മളെ പെടുകൾ പറയും. ഇബിലീസ് നമ്മളെ പെടുകെടുത്ത് പോകും. വെറുതെ തരുമോ? ഒന്ന് ആ മക്കനെയൊക്കെ ഒന്ന് കഴിച്ചിട്ട്, ആ പർദ്ദയൊക്കെ ഒന്ന് കഴിച്ചിട്ട്, പുതിയ ചുരിദാറൊക്കെ ഇട്ട്, ആ തട്ടിങ്ങനെ പിടിച്ച് ആ മൈസൂരിലെ ഏതെങ്കിലും പൂങ്കാവനത്തിലൂടെ ഇങ്ങനെ രണ്ടാം കൂടി ഓടി നടന്നുകൊണ്ട് ഒരു ഒറ്റ ദിവസമെങ്കിലും പോയി. എൻ്റെ കഥ എത്ര എളുപ്പം അറിയോ? ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങളുടെ ഉള്ളിലാണ്, എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. ഇങ്ങനെ ചിലവരിപ്പോൾ വിചാരിക്കും എന്താ അറിയോ, ഇതൊക്കെ കൃത്യമാണല്ലോ, കൽബിൻ്റെ ഭാഷ അല്ലേ? അൽഹംദുലില്ലാ. അപ്പം ഞാൻ പറഞ്ഞത് അള്ളാഹ് പറയാം, ഫൽ യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന. ഇതിൻ്റെ ഫിത്ന നിങ്ങൾ എപ്പോഴാണ് വരിക അറിയോ? ഇതൊക്കെ ഇപ്പം നിങ്ങൾ കളിച്ചു, നിങ്ങൾക്ക് വയസ്സായി, അപ്പം നിങ്ങളെ ഭാര്യ ഇങ്ങനെ കൊണ്ടുവരുന്നില്ലേ, അവസാനം ഓളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അവിടെ കിടന്നോളി, നിന്ന് മിണ്ടാണ്ട് അവിടെ കിടന്നോളി. കാരണം ഓക്ക് ദീനില്ല, ഓക്ക് അള്ളാഹിനോട് മറുപടി പറഞ്ഞില്ല. മിണ്ടാണ്ട് കുത്തുന്നോളി, ചിലക്കാണ്ട് ഇരുന്നോളി അറിയും കേട്ടോ. പ്രായമാകുമ്പോഴേ നിങ്ങളെ കൊണ്ട് ഇൻകമൊന്നുമില്ല, മക്കളെ കൊണ്ട് വരുമാനമുണ്ട്, നിങ്ങളെ കൊണ്ട് ഇൻകമും ഇല്ലാണ്ടായ നിങ്ങളെ ഭാര്യ നിങ്ങളോട് പറയും എന്ത്, ഓക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ, ആരോഗ്യം ഇല്ലെങ്കിൽ ഓൾ നിങ്ങളെ കൂടെ പറ്റിക്കൂടും. മക്കൾ വലിയ സുഖകരമൊന്നല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ പറ്റിക്കൂടും കേട്ടോ. അല്ലെങ്കിൽ ഓൾക്ക് തിരിച്ചു തരും. അത് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹ്ക്കെതിൽ കളിച്ചാൽ നിങ്ങൾക്ക് ആപത്ത് വരും. എന്നിട്ട് അള്ളാഹ് പറയാം, തീർന്നില്ല, ഈ ആപത്ത് ദുനിയാവെന്ന്. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ പരലോകത്ത് നല്ല തരും. രണ്ട് ആൾക്കാർ ബുദ്ധിമുട്ടാവും കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ പോക്കരുത്. ഇനി മൂന്നാമത്തൊരു കാര്യം കൂടി പറയാം. എന്താ അറിയോ, സൽക്കർമ്മം ചെയ്തത് എപ്പം നമ്മൾ ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ടാവും അല്ലേ? എല്ലാവർക്കും ഓരോരുത്തരുടെ കൈവനുസരിച്ച് എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും അല്ലേ? കൊടുക്കാത്ത പോലെ ആരും ഉണ്ടാവില്ല. ഏറ്റവും ചുരുക്കം നമ്മളെ പുരൽ യാചകന്മാർ വന്നപ്പോഴേയും കൊടുത്തിട്ടുണ്ടാവും അല്ലേ?
എത്രയോ ആളുകൾക്ക് നമ്മൾ പലതരം സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാവും. വാക്കുകൊണ്ടാവാം, ഒരു പ്രവർത്തനം കൊണ്ടാവാം, അല്ലേ? പലതും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ പോക്കുന്ന പരിപാടി, ഇതെല്ലാം തകർത്ത് വീണും മരിച്ചു വീണുണ്ട്. എല്ലാ നന്മകളും ഖുർആൻ പറയാം, യാ അയ്യുഹല്ലദീന ആമനു, ഒറ്റ ദിവസമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹിൻ്റെ കൽപ്പനക്കൊത്ത് ഒറ്റ ദിവസം കയ്യോ നോക്കി. ഇപ്പം പറഞ്ഞ കൽപ്പനകളൊക്കെ വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തുബ്തിലു സദഖാത്തിക്കും ബിൽ മന്നി വല്ലദാ, നിങ്ങളുടെ ദാനധർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ വാങ്ങിയവനെ ഉപദ്രവിച്ചുകൊണ്ടും നിങ്ങളുടെ ദാനധർമ്മങ്ങൾ നശിപ്പിക്കരുത്. ഒന്ന് എടുത്തു പറയാൻ കൊടുത്ത ദാനധർമ്മം അതെങ്ങനെ? ഇപ്പം എനിക്ക് ഒരാൾ ഒരു 10,000 റുപ്യ എനിക്ക് തരേണ്ട ആവശ്യമില്ല, ഞാൻ തന്നു എന്ന് വെറുതെ പറയാം. നിങ്ങൾ വാങ്ങിയാലും നിങ്ങൾക്കൊരു അയാൾ നമ്മളെ കൊണ്ട് ഷെയ്മേഡ് പറയാം എന്ന് പറഞ്ഞാൽ ഞാനാക്കിയത്. ഒരു 10,000 അല്ലെ 25,000 റുപ്യ ആയിക്കോട്ടെ, എനിക്കൊരാൾ തന്നു ദാനധർമ്മമായിട്ട്. എനിക്ക് തന്നതിന് ശേഷം അയാളെ ഞാൻ പിന്നീട് പള്ളിയിൽ നിന്ന് കണ്ടാൽ ഞാൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ നീറ്റുന്നില്ലുണ്ടല്ലോ, എൻ്റെ 20 പോയി. ഇനി അടുത്ത കൊല്ലം 20 കിട്ടൂല. കിട്ടുമോ? എന്താ കാരണം? ലാ തുബ്തിലു സദഖാത്തിക്കും ബിൽ മന്നി വല്ലദാ, അയാളെ പീഡിപ്പിക്കുക. അയാളെന്തിനാ നിങ്ങളെ കണ്ടാ നീച്ചിക്കുന്നു? ആ മുക്കാൽ കൊടുത്തോണ്ടേ, അത് കൊടുത്തില്ലേ പെണ്ണുങ്ങൾ തന്നെ പറയും. പെണ്ണുങ്ങളൊക്കെ കൊടുത്താലേ എന്താണ് കിട്ടാൻ നേരത്തോളം മുഖം, എന്താണ് വിനയം. ഇപ്പം ഇന്ന് എന്നെ കണ്ടപ്പം കാണാത്ത മാതിരി പോയി. എന്നെ കണ്ടെന്നെ കാണേണ്ട ആവശ്യമുള്ളൂ, എൻ്റെ സദഖാനോ? ഇതാണ് ഒറ്റ ദിവസം അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചാൽ ഫഹുവ യൗമ ഈദ്, പെരുന്നാളാണ്. ചിന്തിക്കുക. നഷ്ടപ്പെടുത്താതെ നമ്മൾ കൊടുത്ത ദാനധർമ്മങ്ങൾ, നമ്മൾ ചെയ്ത ഇബാദത്തുകൾ, നാം ചെയ്ത ഖുർആൻ പാരായണം എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ചെറുതും വലുതുമായ രോഗങ്ങളാൽ കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ അഅ്മാലുകളും സ്വീകരിച്ച് അവൻ്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും കുടുംബസമേതം നൽകുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.